ഹലോ ഫ്രണ്ട്സ്, ചെമ്പനപ്പൂവിന്റെ വരാൻ പോകുന്ന കിടിലൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം ശ്രുതിയുടെ യഥാർത്ഥ സ്വഭാവവും കള്ളക്കളികളും വീട്ടുകാർക്ക് മുന്നിൽ വെളിപ്പെടുകയാണ്. കുടുംബത്തെ ഞെട്ടിച്ചുകൊണ്ട് 6 ലക്ഷം രൂപയുടെ മോഷണമടക്കമുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം തന്നെ അച്ചമ്മ പുറത്തു കൊണ്ടുവരുമ്പോൾ ശ്രുതിക്ക് ഇനി ഒളിക്കാൻ ഒരു ഇടമില്ല. സാഹചര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടുപോയ ശ്രുതിയുടെ അവസ്ഥയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ചെമ്പനപ്പൂ സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അങ്ങനെ രേവതിയുടെ കാല് സുഖമാകുന്നതുവരെ അച്ചമ്മ രേവതിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടെന്ന് രേവതിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ അച്ചമ്മ കണക്കിന് കഷ്ടപ്പെടുത്തുന്നുണ്ട്. അതിരാവിലെ തന്നെ ശ്രുതിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും മുറ്റം അടിച്ചു വാരി കോലം വരപ്പിക്കുകയും പാത്രങ്ങൾ കഴുകുകയും ദോശയ്ക്കും ഇഡ്ഡലിക്കും വേണ്ടിയുള്ള മാവ് അരപ്പിക്കുകയും എന്നുവേണ്ട സകല പണികളും ശ്രുതിയെ കൊണ്ടാണ് അച്ചമ്മ ചെയ്യിപ്പിക്കുന്നത്. ഇതിനിടയിൽ വർഷയും അടുക്കളയിൽ സഹായത്തിന് കൂടുന്നുണ്ട്. സാമ്പാറിനായുള്ള പച്ചക്കറികൾ അരിയുകയും തേങ്ങ ചെരുവുകയൊക്കെ ചെയ്യുന്നത് വർഷയാണ്. 9 മണിയോടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രുതി ആകെ തളർന്നിട്ടുണ്ടായിരുന്നു. വർഷയാണെങ്കിലും രേവതി ഇത്രയധികം കഷ്ടപ്പെട്ടിരുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. താൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മേശയിൽ ഭക്ഷണം ഒരുക്കി വെക്കുമായിരുന്നു. ഓരോ ദിവസവും ഓരോ വിഭവങ്ങളായിരുന്നു രേവതി ചേച്ചി ഉണ്ടാക്കി നൽകിയിരുന്നത് എന്നെല്ലാം വർഷ ഇങ്ങനെ അച്ചമ്മയോട് സംസാരിക്കുമ്പോൾ അച്ചമ്മ വർഷയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വർഷേ, ഏത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ AC മുറിയിലാണെങ്കിൽ ആ പാവം പൊരിവെയിലത്ത് സ്കൂട്ടിയുമായി പോയാണ് 5 10 ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ഞാനും ശ്രുതിയും നീയും ചേർന്ന് രാവിലത്തെ ഭക്ഷണവും ഉച്ചഭക്ഷണവും തയ്യാറാക്കി. അതുപോലെ പാത്രം കഴുകുന്നതും വീട് വൃത്തിയാക്കുന്നതും വസ്ത്രം കഴുകുന്നതും എല്ലാം നമ്മൾ 3 പേർ ചേർന്നിട്ടാണ് ചെയ്തത്. ഈ വീട് ഇങ്ങനെ നിലനിർത്താനായി രേവതി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ജോലികളാണ് ഈ വീടിന് വേണ്ടി അവൾ ചെയ്തിരുന്നത്. എന്നാൽ അവളോട് ആർക്കും ഒരു സ്നേഹമോ പരിഗണനയോ ഉണ്ടായിരുന്നില്ല. നിന്റെ അമ്മായിയമ്മയ്ക്ക് രേവതിയോട് ഒരു തരിമ്പെങ്കിലും സ്നേഹമോ മനസാക്ഷിയോ ഉണ്ടോ? അച്ചമ്മയുടെ ഈ വാക്കുകളെല്ലാം കേട്ട ശേഷം വർഷയാണെങ്കിലും അച്ചമ്മയ്ക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും ജോലിക്ക് പോകും മുമ്പ് 1 മണിക്കൂറെങ്കിലും 1 മണിക്കൂർ ഞാൻ രേവതി ചേച്ചി സഹായിക്കുമെന്ന്. അത് കേട്ട അച്ചമ്മയ്ക്ക് സന്തോഷമാവുന്നു. വർഷയുടെ ആ നല്ല മനസ്സിനെ അച്ചമ്മ അഭിനന്ദിക്കുകയും അവളുടെ മാതാപിതാക്കൾ അവളെ വളർത്തിയ രീതിയാണ് അതിന് കാരണമെന്നും പറയുന്നു. രേവതിയെ പോലെ കഷ്ടപ്പെട്ട് വളർന്നവർക്ക് കുടുംബം നോക്കാനും ജോലി എടുക്കാനും എല്ലാം അറിയാം. രേവതിയുടെ ക്വാളിറ്റീസ് എല്ലാം നീയും പഠിക്കുകയാണെങ്കിൽ എവിടെ ചെന്നാലും നിനക്കും ജീവിക്കാൻ സാധിക്കുമെന്ന് അച്ചമ്മ ഉപദേശിക്കുകയാണ് വർഷയെ. ഇതെല്ലാം കേട്ട് നിൽപ്പാണ് നമ്മുടെ ശ്രുതി ഇതൊക്കെ കേട്ടപ്പോൾ ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പൊ അടുക്കളപ്പണി ചെയ്താണോ ഇവിടെ ജീവിക്കാൻ പോകുന്നതെന്ന്. ശ്രുതി എന്താണ് മനസ്സിൽ വിചാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെ അച്ചമ്മ ശ്രുതിയോട് പറയുകയാണ്, അടുക്കള ജോലി ചെയ്തിട്ടാണോ ജീവിക്കാൻ പോകുന്നതെന്നല്ലേ നീ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചത്? ശ്രുതി, അടുക്കളപ്പണി മോശപ്പെട്ടതൊന്നുമല്ല. സ്വന്തം വസ്ത്രം അലക്കുന്നതും പാത്രം കഴുകുന്നതും അടക്കം ഓരോ മനുഷ്യനും അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾ സ്വയം നിറവേറ്റണം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ഈ ജോലികൾ ചെയ്യാനുള്ള ബുദ്ധിയും ബോധവുമാണ്. നമ്മുടെ ജോലികൾ തീർത്ത ശേഷം മറ്റുള്ള ജോലികൾ ചെയ്യുന്നതാണ് അന്തസ്. ശ്രുതിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ജോലികളെല്ലാം തീർന്നതിനാൽ എല്ലാവരോടും കുളിച്ച് ജോലിക്ക് പോകാനും അച്ചമ്മ ആവശ്യപ്പെടുന്നു. ശ്രുതിയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നല്ലൊരു പാഠം തന്നെ പഠിപ്പിക്കണമെന്ന് അച്ചമ്മ മനസ്സിൽ കുറിച്ചിടുന്നുണ്ട്. പിന്നീട് കുളിയെല്ലാം കഴിഞ്ഞെത്തുന്ന വർഷ രേവതിയോട് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സാമ്പാറൊക്കെ അടിപൊളിയാണ്, അച്ചമ്മയ്ക്ക് നല്ല കൈപ്പുണ്യെന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോഴാണ് വർഷ രേവതി ആ കാര്യം അറിയിക്കുന്നത്, ഇത് ഞാൻ വെച്ചതാണെന്ന്. അച്ചമ്മ എനിക്കെല്ലാം അരിഞ്ഞു തന്നു. അച്ചമ്മ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ കുക്ക് ചെയ്തത്. മാത്രമല്ല ഈ 6 ആഴ്ച കൊണ്ട് ഞാൻ ചേച്ചിയേക്കാൾ വലിയ പാചകക്കാരിയാകുമെന്നൊക്കെ വർഷ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. വർഷ തുടർന്ന് രേവതിയോടുള്ള വിഷമം പങ്കുവച്ചു. കഴിഞ്ഞ 1 വർഷമായിട്ട് ചേച്ചിയാണല്ലോ അടുക്കളയിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടത്. ഞങ്ങൾ ഉണരും മുമ്പേ എഴുന്നേറ്റ് മുറ്റമടിച്ച് വസ്ത്രം കഴുകി പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പോലും സമാധാനത്തോടെ നിൽക്കാതെ ചേച്ചി പോയിരുന്നു. ഇന്ന് ഞങ്ങൾ 3 പേർ ഒരുമിച്ച് ചെയ്തിട്ടും വല്ലാത്ത മടുത്തുപോയി. ചേച്ചിയുടെ കഷ്ടപ്പാട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മനസ്സില്ലാ മനസ്സോടെയാണ് വർഷ അന്നത്തെ ദിവസം ജോലിക്ക് പോകാൻ തുടങ്ങുന്നത്. കാരണം രേവതിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണ്ടേ എന്ന് വിചാരിച്ച്. എന്നാൽ രേവതി അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വർഷയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇവിടെ എന്നെ നോക്കാൻ വേറെ ആളുകളുണ്ടല്ലോ വർഷയോട് വിഷമിക്കാതെ പോയിട്ട് വരാൻ തന്നെ രേവതി പറയുകയാണ്. ശ്രുതി വിചാരിക്കുന്നത് വർഷ ഇതെല്ലാം പറയുന്നത് രേവതിയെ സോപ്പിടാനാണെന്നാണ്. ഇത് രേവതിയെ മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നത് കണ്ടിട്ട് രേവതി ശ്രുതിയെ വിളിക്കുന്നുണ്ട്. നമ്മളെല്ലാം സഹോദരിമാരല്ലേ, കണ്ടാലൊന്നും മിണ്ടിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പരിഭവത്തോടെ പറയാം, എന്റെ നടു ഒടിഞ്ഞ് രേവതി, സുഖമായിരിക്കുന്ന നിനക്ക് എന്റെ കഷ്ടപ്പാട് അറിയില്ലല്ലോ. രേവതി അപ്പൊ തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ 3 പേർ ചെയ്ത ജോലി 1 വർഷം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ലേ, അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേന്ന്. മറുപടി ഒന്നും പറയാനാവാതെ ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും ശ്രുതി പോയ ഉടനെ സച്ചി കോഴിക്കോടൻ ഹൽവയുമായി എത്തി. എന്റെ അച്ഛനും അച്ഛമ്മയും കഴിഞ്ഞിട്ടേ എനിക്ക് ഭാര്യ അടക്കം മറ്റെല്ലാവരും ഉള്ളൂ എന്ന് പറഞ്ഞ്
അച്ചമ്മയ്ക്ക് ഒരു കഷ്ണം കൊടുത്ത ശേഷം ബാക്കി ഹലുവയുമായി സച്ചി രേവതി അടുത്തേക്ക് പോകുന്നുണ്ട്. താൻ ഓട്ടം കഴിഞ്ഞ് വന്നതാണെന്നും ഉച്ച കഴിഞ്ഞാണ് ഇനി അടുത്ത ഓട്ടമെന്നും അച്ചമ്മയോട് പറഞ്ഞിട്ടാണ് സച്ചി രേവതിയെ കാണാനായിട്ട് പോകുന്നത്. സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രേവതി കിടക്കുകയായിരുന്നു. സച്ചി രേവതിക്ക് ഹൽവ കൊടുക്കുന്നുണ്ട്. രേവതി അത് കണ്ടിട്ട് പറയുന്നു, എന്റെ പൊന്നു സച്ചിയേട്ടാ, ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ വാങ്ങി തന്ന എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഞാനിങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇരുന്നാലേ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു കുട്ടിയാരെ പോലെയാകും. സച്ചി അത് കേട്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, അതൊന്നും സാരമില്ല രേവതി, നീ എപ്പോഴും ഓടി നടന്നിരുന്നതല്ലേ, ഇത് നിനക്ക് 6 മാസത്തേക്ക് കിട്ടിയ വിശ്രമമായിട്ട് കരുതിയാൽ മതി. പിന്നെ ഇന്ന് രാവിലെ വർഷയും ശ്രുതിയും അച്ചമ്മ അടുക്കളയിൽ നന്നായിട്ട് പൊരിക്കുന്നത് ഞാൻ കണ്ടു. 3 സ്ത്രീകൾ ഒരുമിച്ച് അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു. സച്ചിയോട് എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി. ഇല്ലെന്ന് സച്ചി മറുപടി കൊടുത്തപ്പോ, അടുക്കളയിലെ ദോശയും വർഷ ഉണ്ടാക്കിയ സാമ്പാറും ഉണ്ട്, പോയി കഴിച്ചു നോക്കാൻ തന്നെ രേവതി പറയുകയാണ്. വർഷ സാമ്പാർ വെച്ചെന്നറിഞ്ഞതും സച്ചി ആകെ അത്ഭുതപ്പെടുന്നു. എന്നാൽ രേവതി പറഞ്ഞു കൊടുക്കുന്നു, അച്ചമ്മ പറഞ്ഞു കൊടുത്താണ് ചെയ്യിച്ചതെന്ന്. പിന്നെ അവളിവിടെ വന്ന് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലായെന്നും ഇത്രയും കാലം ഞാൻ നോക്കിയതിന് നന്ദിയുണ്ടെന്നും പറഞ്ഞ് ഇനി എന്നും എന്നെ സഹായിക്കാമെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. വർഷയ്ക്ക് നല്ല മനസ്സാണ് സച്ചിയേട്ട, അവൾക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ജോലികളൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. ശ്രീകാന്തിനോടൊപ്പം ഈ കുടുംബത്തിൽ നിൽക്കണമെന്നൊരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ സഹായിക്കുന്നത്. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ക്യാഷുള്ള അവൾ അവനെയും കൂട്ടി എപ്പോഴേ പോയാനേ എന്നിങ്ങനെ സച്ചിയും ഇത് കേട്ട് അഭിപ്രായപ്പെടുന്നുണ്ട്. അതോടൊപ്പം ശ്രുതിയെപ്പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ശ്രുതി നേരെ തിരിച്ചാണെന്ന്. അവള് നമുക്ക് എങ്ങനെ പണി തരാമെന്ന് നോക്കി നടക്കുകയാണ്. വർഷയുടെ സ്വഭാവത്തിന്റെ വിപരീതമാണ് ശ്രുതിയുടെ. അച്ചമ്മയോട് പലതും ഉടക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വന്ന അന്നു മുതൽ അച്ചമ്മ അവൾക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ട് അവളെ കൊണ്ട് ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് രേവതി. ഇത്രയും കാലം നീ ജോലി ചെയ്യുമ്പോൾ ആർക്കും ഒരു കൂസലും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴവളിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോഴേ എനിക്ക് പരമ സന്തോഷം. അവൾ അതെല്ലാം ചെയ്ത് പഠിക്കട്ടെ എന്ന് ചിരിച്ചുകൊണ്ട് സച്ചി പറയുകയാണ്. പിന്നീട് സച്ചി താഴെ പോയി കാപ്പി കുടിച്ച ശേഷം കുളിക്കുന്നു. ഉച്ചയോടെ തന്നെ ഓട്ടത്തിന് പോകാനായിട്ട് ഇറങ്ങുന്നു. ഈ സമയത്ത് നമ്മുടെ രേവതിയും അടുക്കള ജോലിയെല്ലാം തീർത്ത ശേഷം അച്ചമ്മയും പോയി കിടന്നിറങ്ങുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ബ്യൂട്ടി പാർലറിലാണ്. ശ്രുതി അങ്ങനെ പാർലറിൽ നിൽക്കുമ്പോഴാണ് നവീൻ ദാസ് ശ്രുതിയെ വിളിക്കുന്നത്. നീ എന്തിനാണ് എന്നെപ്പോ വിളിച്ചത്? അന്ന് ആന്റണിയുടെ കയ്യിൽ നിന്ന് നിനക്ക് നല്ലത് കിട്ടിയതല്ലേ എന്ന് ശ്രുതി ദേഷ്യത്തോടെ നവീനോട് ചോദിക്കുമ്പോൾ, അന്ന് എന്നെ തല്ലിയത് ആന്റണി അല്ലെന്നും സച്ചിയാണെന്നും തുറന്നു പറയുകയാണ് നവീൻ ദാസ്. ഇത് കേട്ട് ശ്രുതി ആകെ ഷോക്കാവുന്നുണ്ട്. അവൻ വഴിയിൽ കണ്ട ഒരു ആക്സിഡന്റിനോട് പ്രതികരിച്ചെന്നേ ഉള്ളൂ. ശരിക്കും ആന്റണി എന്നെ ഓടിച്ചതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായത്? അതിന് കാരണക്കാരി നീയാണ് ശ്രുതി. ഇനി ക്ഷമിക്കാൻ എനിക്ക് വയ്യ. നീ ഇപ്പൊ തന്നെ ആന്റണിയോട് ഇത് പറഞ്ഞാലും അയാൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം ആർക്കും അറിയാത്ത ഒരിടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ അക്കൗണ്ടിലേക്ക് കാശ് എത്തിക്കും എന്ന് ദാസ് ശ്രുതിയോട് ആവശ്യപ്പെടുകയാണ്. ശ്രുതി താഴ്മയോടെ ദാസിനോട് പറഞ്ഞു നോക്കുന്നുണ്ട്, ദാസേ, എന്റെ കയ്യിൽ 5 പൈസ ഇല്ല, ഷോറൂം നഷ്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആന്റണിയോട് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യിച്ചത്. ഓഹോ, അപ്പൊ നിന്റെ കയ്യിൽ കാശില്ല അല്ലേ? എങ്കിൽ ഞാൻ പോയി സച്ചിയോടും നിന്റെ വീട്ടുകാരോടും ഒക്കെ സത്യങ്ങൾ പറയാം. ദാസിന്റെ ആ ഭീഷണി കേട്ട്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഇനി നീ പറയാൻ ശ്രമിച്ചാലും പറ്റില്ല. ആന്റണി നിന്റെ പിന്നാലെ ഉണ്ട്, അത് നീ ഓർത്തോ. നീ എവിടെ ഒളിച്ചാലും നിന്നെ പിടികൂടും. അങ്ങനെയും പറഞ്ഞ് ശ്രുതി ദാസിനെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദാസിന്റെ അടുത്ത് അതൊന്നും ചെലവാകുന്നില്ല. ദാസ് ചോദിക്കുകയാണ്, അപ്പൊ അവൻ ദുബായിലും വരുമായിരിക്കുമല്ലേ എന്ന്. ദുബായിലാന്ന് കേൾക്കുന്നതും ശ്രുതി ആകെ ഞെട്ടുന്നുണ്ട്. ദാസ് എന്നിട്ട് വീണ്ടും ശ്രുതിയെ വരട്ടിക്കൊണ്ട് പറയാണ്, ഞാനിപ്പോ ദുബായിലാണുള്ളത്. ദുബായിൽ നിന്നൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. നിനക്കൊരു കുഞ്ഞുണ്ടായിരുന്നെന്നും നീ വിവാഹിതയായിരുന്നെന്നും അറിഞ്ഞാലേ നിന്റെ വീട്ടുകാർ തന്നെ നിന്നെ പുറത്താക്കും. അതുകൊണ്ട് മര്യാദക്ക് ഞാൻ പറയാം, അത് വേണ്ടാന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഉടനെ തന്നെ നീ ട്രാൻസ്ഫർ ചെയ്യണം. തൽക്കാലം നാട്ടിലേക്ക് ഞാൻ വരുന്നില്ല. ശ്രുതി പിന്നെയും ഷോറൂമിലും പാർലറിലും ഒന്നും തനിക്ക് കച്ചവടം ഇല്ലെന്നും തന്നെ ഇനിയിങ്ങനെ ടോർച്ചർ ചെയ്യരുതെന്നും ഒക്കെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ദാസ് അതൊന്നും ഉൾക്കൊള്ളുന്നില്ല. നാളെ രാവിലേക്കുള്ളിൽ തന്നെ 4 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വരണം, അല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വിളിച്ച എല്ലാ സത്യങ്ങളും തുറന്നു പറയും എന്ന് ഭീഷണിപ്പെടുത്തി ദാസ് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നെ ശ്രുതി ഉടനെ തന്നെ മീരയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. മീരയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇനി നീ ഈ സത്യം എത്ര കാലം ഒളിച്ചു നോക്കി ശ്രുതി? അയാൾ വീണ്ടും വീണ്ടും പണം ചോദിച്ചിങ്ങനെ ഭീഷണിപ്പെടുത്തുകയല്ലേ? 4 ലക്ഷം നീ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാണ്? ശ്രുതിക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആകെ മനസ്സുമടുത്ത് ശ്രുതി വീട്ടിലേക്ക് തിരികെയാണ്. രേവതി തന്റെ മുറിയിലായതുകൊണ്ട് തന്നെ വർഷയുടെ മുറിയിൽ AC ഒക്കെ ഓൺ ചെയ്ത് ശ്രുതി അങ്ങനെ കിടക്കുകയാണ്. നവീന്റെ ഭീഷണിയെപ്പറ്റി ഓർക്കുമ്പോൾ ശ്രുതി ആകെ തളർന്നു പോവുകയാണ്. അയാളങ്ങനെ ഇവിടേക്ക് വിളിച്ചു പറഞ്ഞ അന്നത്തോടെ എന്റെ ജീവിതം അവസാനിക്കും. അച്ഛമ്മയും ആന്റിയും കൂടെ എന്നെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. ഇനിയിപ്പോ എങ്ങനെ പണം കണ്ടെത്തുമെന്ന് ആലോചിച്ചിങ്ങനെ കിടക്കുമ്പോഴാണ് ശ്രുതിക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം ഓർമ്മ വരുന്നത് കേട്ടോ. അത് വേറൊന്നുമല്ല, രാവിലെ നമ്മുടെ വർഷ രേവതിയോട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് ക്യാഷിന് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, എന്റെ കയ്യിലുണ്ട്, ഞാൻ തരാമെന്ന്. ശ്രുതിയാണെങ്കിൽ വർഷയുടെ മുറിയിലാണല്ലോ കിടക്കുന്നത്. ശ്രുതിക്ക് തോന്നുകയാണ്, വർഷയുടെ അലമാരയിൽ പണം കാണുമോ, ഒന്ന് നോക്കിയാലോ എന്ന്. പിന്നൊട്ടും താമസിച്ചില്ല,
എല്ലാവരും ഉറക്കമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ശ്രുതി നമ്മുടെ വർഷയുടെ മുറിയിലുള്ള അലമാര തുറക്കുകയാണ്. അലമാരയാണെങ്കിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തുറന്നു നോക്കിയതും പണം നിറച്ചൊരു ബാഗ് ഇരിക്കുന്നത് നമ്മുടെ ശ്രുതി കാണുകയാണ്. അതിൽ 5-6 ലക്ഷം രൂപയും ഉണ്ടായിരുന്നു. അത് കാണുന്നതും ശ്രുതിക്ക് വലിയ ആശ്വാസം തോന്നുകയാണ്. ദാസിന് കൊടുക്കാനുള്ള പണമായി എന്ന് മനസ്സിൽ പറഞ്ഞ് ആരും കാണാതെ ആ പണം അടങ്ങിയ കവറ് ബാഗിലാക്കി മുറിയിൽ കിടന്നതിന്റെ യാതൊരു അടയാളവും ഇല്ലാതെ ശ്രുതി പതിയെ ഡോറെല്ലാം ചാരി ഇറങ്ങി പോവുകയാണ്. പിന്നീട് ശ്രുതിയാണെങ്കിൽ നേരെ ബാങ്കിലേക്ക് പോയി നവീൻദാസിന്റെ അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ അയാൾ പറഞ്ഞതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനുവേണ്ടി ഇനി എന്നെ ടോർച്ചർ ചെയ്യരുത്, ഇനിയെങ്ങാനും എന്നെ ഇത് പറഞ്ഞ് ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ നിങ്ങളുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് ശ്രുതി നവീനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഫോണിലൂടെ. നവീനാണെങ്കിലും അത് സമ്മതിക്കുന്നുണ്ട്. തൽക്കാലമുള്ള ആവശ്യത്തിന് ഇത് മതി എന്ന് പറഞ്ഞ് ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നവീൻദാസിന് പണം നൽകിയ ശേഷം ശ്രുതിയുടെ കയ്യിൽ 2 ലക്ഷം രൂപ ബാക്കിയുണ്ടായിരുന്നു. വർഷയ്ക്ക് ഒരു കാറ് വാങ്ങാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവളുടെ സ്വന്തം സമ്പാദ്യവും ആഭരണങ്ങൾ വിറ്റ് കിട്ടിയ പണവും അതുപോലെ ശ്രീകാന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബാക്കി പണവും ഒക്കെ ഒരുമിച്ച് ഒരു കവറിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. വർഷയുടെ വീട്ടുകാരിൽ നിന്നും പണം സ്വീകരിക്കാൻ ശ്രീകാന്തിന് ഇഷ്ടമില്ലാത്തതിനാൽ തന്നെ ഇരുവരും അധ്വാനിച്ചുണ്ടാക്കിയ പണം മാത്രമായിരുന്നു അത്. വീട്ടിലുള്ള എല്ലാവരെയും നല്ല വിശ്വാസമുള്ളതിനാൽ തന്നെ ആരും മോഷ്ടിക്കില്ലെന്ന് കരുതിയാണ് വർഷ അലമാര പൂട്ടാതിരുന്നതും. എന്തായാലും ശ്രുതി ആ പണം എടുക്കുകയും തന്റെ ഷോറൂമിൽ നിന്ന് കിട്ടിയ പണമാണെന്ന് വരുത്തി തീർക്കാൻ ആ കവറോടുകൂടി തന്നെ ബാഗിൽ വെക്കുകയും ചെയ്യുന്നു. വൈകുന്നേരം എല്ലാവരും വീട്ടിലെത്തി ചായ കുടിച്ച ശേഷം വർഷ മുറിയിലേക്ക് പോകുന്നുണ്ട്. അന്ന് അവളുടെ ശമ്പള ദിവസമായതുകൊണ്ട് തന്നെ ശ്രീകാന്തും വർഷയും കൂടെ അവരുടെ സമ്പാദ്യത്തിലേക്ക് ക്യാഷ് വെക്കാൻ അലമാരി തുറന്നപ്പോഴാണ് വർഷ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്നത്. ശ്രീകാന്തേ, ഇവിടുത്തെ കാശ് എവിടെ എന്ന് വർഷ ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിനോട്. ഞാൻ എടുത്തില്ല, നീ എവിടെയെങ്കിലും മാറ്റി വെച്ചോ? ഇല്ല ശ്രീകാന്തേ, രാവിലെ കൂടെ ഇവിടെ കണ്ടിട്ടല്ലേ നമ്മൾ പോയത്, അങ്ങനെ ചോദിക്കുന്നുണ്ട് വർഷ. അങ്ങനെ രണ്ടുപേരും മുറി മുഴുവൻ തെരഞ്ഞെങ്കിലും പണം കണ്ടെത്താനാവുന്നില്ല. താൻ മാറ്റിവെച്ചതായി ഓർക്കുന്നില്ലെന്നും രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സാധനം എടുത്തപ്പോൾ പോലും പണം അവിടെ ഉണ്ടായിരുന്നുവെന്നും വർഷ പറയുന്നുണ്ട്. അതേസമയം ശ്രീകാന്ത് വർഷയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. വേറെ എങ്ങോട്ട് പോകാൻ ആ കാശ്? ഈ ഡോറ് പൂട്ടിയിടാൻ ഞാൻ പലതവണ നിന്നോട് പറയാറുണ്ട്. ഇവിടെ ആരും മോഷ്ടിക്കില്ലെന്നല്ലേ നീ പറയാറുള്ളത്? ഇപ്പൊ നിനക്ക് സമാധാനമായോ? അതിന് ഞാൻ എന്ത് ചെയ്യാനാ ശ്രീകാന്തേ? ഇവിടെ അച്ഛനും അമ്മയും അച്ഛമ്മയും രേവതി ചേച്ചിയും എല്ലാം ഉണ്ടല്ലോ, പിന്നെ ഏത് കള്ളന്മാര് വരാനാ? പിന്നീട് അവര് താഴെ പോയി എല്ലാവരോടും കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ശ്രീകാന്ത് അച്ഛമ്മയോടും രവിയോടും ഒക്കെ ആയിട്ട് അലമാരയിൽ വെച്ച പണം കാണാനില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ മാറ്റി വെച്ചതായിരിക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ലെന്നും ഞങ്ങൾ രാവിലെ നോക്കിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നുവെന്നും ശ്രീകാന്ത് പറയുന്നത് കേട്ടിട്ട് അലമാര പൂട്ടിയിട്ടല്ലേ പോയതെന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ. അല്ലച്ച, ഞാൻ പൂട്ടിയിടാൻ പറഞ്ഞപ്പോൾ വർഷ കേട്ടില്ല. ചില ദിവസങ്ങളിൽ ഞാൻ പൂട്ടാറുണ്ട്, ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് മറന്നുപോയതാണെന്ന് വർഷയും പറയുന്നു. തുടർന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട് എത്ര രൂപയാണ് പോയതെന്നൊക്കെ. മൊത്തത്തിൽ 6 ലക്ഷം രൂപയുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ട് എന്റെ ഈശ്വര, 6 ലക്ഷം രൂപയോ? ആരെങ്കിലും അലമാരയിൽ വെച്ച് പൂട്ടാൻ മറന്നു പോകുമോ? ഇത് നല്ല ഉത്തരം തന്നെ. ശ്രീകാന്തേ, 6 ലക്ഷം രൂപയൊക്കെ ആരെങ്കിലും വീട്ടിൽ വെക്കുവോ? അത് അക്കൗണ്ടിൽ വെച്ച് സേഫ് ആക്കണ്ടേന്ന് രവീന്ദ്രനും പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് ശ്രീകാന്തിനെയും വർഷയും. ശ്രീകാന്ത് അപ്പം അറിയിക്കുന്നുണ്ട്, അച്ഛാ, ഞങ്ങൾക്കൊരു പുതിയ കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി സ്വരൂപിച്ച പണമാണത്. അവളുടെ സ്വർണം വിറ്റതും എന്റെ സമ്പാദ്യവും എല്ലാം ചേർത്താണ് ആ പണം ഉണ്ടാക്കിയത്. ശ്രീകാന്ത് എല്ലാം വിശദീകരിച്ച് പറഞ്ഞെങ്കിലും മോനെ, ഇവിടെ ഇപ്പൊ നിങ്ങളുടെ പണം എടുക്കാൻ ആരും വന്നില്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സച്ചിയും ഇടയ്ക്ക് എപ്പോഴോ വന്ന് കണ്ടിട്ട് പോയി. സച്ചിയുടെ പേര് പറഞ്ഞതും ശ്രുതിയാണെങ്കിൽ കിട്ടിയ അവസരം മുതലാക്കി പണനഷ്ടം സച്ചിയുടെ മേൽ വരുത്തി വെക്കാൻ ശ്രമിച്ചുകൊണ്ട് അച്ചമ്മേ, സച്ചി എപ്പോഴാണ് വന്നത്? പോകുമ്പോൾ അവന്റെ കയ്യിൽ എന്തെങ്കിലും കവറോ മറ്റോ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. രേവതിക്ക് അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. രേവതി ഉടനെ പ്രതികരിച്ചുകൊണ്ട്, ശ്രുതി, അനാവശ്യം പറയരുത്. എന്റെ സച്ചേട്ടൻ ആരുടെയും പണമൊന്നും മോഷ്ടിക്കില്ല. ഞങ്ങൾക്കിപ്പോൾ കുറെ ആവശ്യങ്ങളുണ്ട്, വരുമാനവും കുറവാണ് എന്ന് വെച്ച് എന്റെ സച്ചേട്ടനെ നീ സംശയിക്കരുത്. അതേസമയം വർഷയാണെങ്കിലും സച്ചേട്ടനെ അധ്വാനിച്ചുണ്ടാക്കുന്ന ആളാണെന്ന് ഞങ്ങൾക്കറിയാം. സച്ചേട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ് രേവതിയെ പിന്തുണയ്ക്കുന്നു. എന്തായാലും എല്ലാത്തിനൊടുവിൽ കാര്യമറിയാതെ ആരും പരസ്പരം പഴിചാരാനോ പ്രശ്നമുണ്ടാക്കാനോ ഒന്നും നിൽക്കണ്ട. കാണാതായത് 6 ലക്ഷം രൂപയാണ്. നിങ്ങൾ എത്രയും വേഗം പോലീസിൽ പരാതി കൊടുക്കാൻ തന്നെ അച്ചമ്മ ശ്രീകാന്തിനോടും വർഷയോടും പറയുകയാണ്. അതങ്ങോട്ട് കേൾക്കുന്നതും ശ്രുതിക്ക് ആകെ ടെൻഷനാവാൻ തുടങ്ങി. അയ്യോ, അതെന്തിനാണ് അച്ചമ്മേ പോലീസിലൊക്കെ പറയുന്നത്? നമ്മുടെ തറവാട്ടിലെ പണം പോയി എന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ? എന്നാൽ വർഷയ്ക്കാണെങ്കിലും അച്ചമ്മ പറഞ്ഞതുപോലെ തന്നെ പോലീസിൽ പരാതിപ്പെടാൻ തന്നെയാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ശ്രുതിയോട് പറയും, അതൊന്നും സാരമില്ല ശ്രുതി ചേച്ചി, നാണക്കേടായാലും സാരമൊന്നുമില്ല. 1-2 അല്ലല്ലോ, 6 ലക്ഷം രൂപയാണ് പോയത്. ഇത് നമ്മൾ വിട്ടുകളഞ്ഞാൽ തന്നെ വീണ്ടും മോഷണങ്ങൾ ആവർത്തിക്കും. അതുകൊണ്ട് പോലീസിനെ വിളിക്കുന്നതാണ് നല്ലത്. രവീന്ദ്രനും അതിനെ അനുകൂലിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ അവിടെ എത്തി നിൽക്കുമ്പോഴാണ് സച്ചി അവിടേക്ക് കയറി വരുന്നത്. അല്ല സച്ചി, നീ എവിടെ പോയിരുന്നു എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അത് പിന്നെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, അതിന് പോയതാ. ഉച്ചയ്ക്ക് രേവതിയെ കാണാൻ ഞാൻ വന്നല്ലോ, ട്രിപ്പിന് വിളി വന്നപ്പോഴാണ് ഞാൻ പിന്നെ പോയത്. സച്ചിയുടെ മറുപടി കേട്ട് ശ്രുതി ചോദിക്കുകയാണ്, റൂം പണിയാനുള്ള പണമൊക്കെ റെഡിയായോ എന്ന്.
പാർലറെത്തി ഞങ്ങൾക്കിപ്പോൾ ഒറ്റ വരുമാനമേ ഉള്ളൂ. രേവതി കിടപ്പിലായില്ലേ, അതുകൊണ്ട് 7 ലക്ഷം ഒന്നും പെട്ടെന്ന് കൂട്ടിവെക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഞങ്ങൾ പതിയെ സമ്പാദിച്ചുകൊണ്ടിരിക്കുക. അല്ല, എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന എന്തിനാ ഈ പൗഡറേട്ടത്തി എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ആ സമയത്ത് ശ്രീകാന്ത് സച്ചിയും കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് മനസ്സിലാവുകയാണ് ശ്രുതി ആ കള്ളം എന്റെ തലയിൽ കെട്ടിവെക്കാനാണ് കഷ്ടപ്പെടുന്നതെന്ന്. എന്നിട്ട് ശ്രീകാന്തിനോടും വർഷയോടും ഒക്കെ ആയിട്ട് ചോദിക്കുകയാണ്, അല്ല, ഞാൻ ആ പണം എടുത്തു മാറ്റിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സച്ചിയേട്ടാ, ഒരിക്കലുമില്ല. സച്ചിയേട്ടൻ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. സച്ചിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് വർഷം ഉറപ്പിച്ചു പറയുന്നുണ്ട്. സച്ചിക്കും അത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. ശ്രീകാന്തിന്റെ കൂടെ സച്ചിയോടും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറയുന്നുണ്ട് കേട്ടോ രേവതി. സച്ചി സമ്മതിച്ചു. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് എതിർക്കുന്നുണ്ട്. വേണ്ട, പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ അത് നമ്മുടെ തറവാടിനാകെ നാണക്കേടാവും. സച്ചി മുൻപ് ജയിലിലൊക്കെ പോയ ആളല്ലേ. പോലീസുകാരൊക്കെ വന്നാൽ എല്ലാവരും വിചാരിക്കുന്നത് സച്ചിയെ പിടിക്കാനായിരിക്കുമെന്നായിരിക്കും. ശ്രുതിയുടെ വാക്കുകൾ കേട്ട് രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേ ശ്രുതി, നിന്റെ മനസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്റെ ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അപ്പൊ ശ്രുതിയാണെങ്കിലും ഞാൻ രക്ഷപ്പെടാൻ നോക്കിയെന്നോ? അപ്പൊ രേവതി പറയാണ്, ഇത്രയും നേരം ഞാൻ പറയാതിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശ്രുതി ഇവിടെ വന്നിരുന്നു, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മയാണെങ്കിലും ഇത് ശരിവെക്കുന്നുണ്ട്. അതെ, ഞാനും കിടന്നുറങ്ങുകയായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം ഒന്ന് കേട്ടപ്പോൾ ഗേറ്റ് തുറന്ന് ശ്രുതി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. എന്റെ തോന്നലാണെന്ന് കരുതി തിരികെ പോയി കിടന്നതാണ്. രേവതി അതേസമയം ആ കാര്യത്തിന് കൂടുതൽ വ്യക്തത വരുത്തി. ഞാൻ ബാത്റൂമിൽ പോകാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് ശ്രുതി ഇറങ്ങിപ്പോകുന്നത് കണ്ടത്. മനഃപൂർവ്വം എന്റെ ഭർത്താവിനെ പഴിചാരാൻ ശ്രമിച്ചപ്പോൾ എനിക്കിത് പറയാതെ വയ്യെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും എല്ലാവരുടെയും ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ശ്രുതിക്ക് അവസാനം കള്ളം സമ്മതിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ശരിയാണ്, ഞാൻ വന്നിരുന്നു. ഞാൻ ATM കാർഡ് മറന്നുപോയതുകൊണ്ടാണ് അതെടുക്കാൻ വന്നത്. തിരക്കായതുകൊണ്ട് പറയാൻ മറന്നുപോയി. ഇതങ്ങോട്ട് അറിയുന്നതും വർഷ ചോദിക്കുന്നുണ്ട്. അപ്പൊ സച്ചിയേട്ടനെ ചോദ്യം ചെയ്തപ്പോൾ ചേച്ചി എന്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞില്ല? ചേച്ചി ഇത് മറച്ചു വെച്ചതല്ലേ? എന്നാൽ അതിന്റെ അർത്ഥം ഞാൻ കള്ളിയെന്നാണോ എന്ന് ചോദിച്ച ശ്രുതി സ്വയം പ്രതിരോധിക്കുന്നുണ്ട്. അങ്ങനെ പ്രശ്നം രൂക്ഷമായപ്പോൾ അച്ചമ്മ ഇടപെട്ടു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ട, ഞാൻ എല്ലാവരുടെയും മുറികളും ബാഗുകളും പരിശോധിക്കാൻ പോവുകയാണ്. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. രേവതിയും സച്ചിയും ശ്രീകാന്തും വർഷയും ഒക്കെ അതിന് സമ്മതിക്കുകയും തങ്ങളുടെ സാധനങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ ശ്രുതി മാത്രം ബാഗ് കൊടുക്കാൻ മടിച്ചു. ഇതിൽ എന്റെ പാർലറിലെ ലാഭമായ 2 ലക്ഷം രൂപയുണ്ട് എന്നതിനൊരു കാരണവും ശ്രുതി പറയുകയുണ്ടായി. പക്ഷെ അച്ചമ്മ വിട്ടുകൊടുത്തില്ല. ബാഗ് വാങ്ങി പരിശോധിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അച്ചമ്മ ബാഗിൽ നിന്ന് പണമടങ്ങിയ കവർ അങ്ങനെ പുറത്തെടുക്കുന്നു. ശ്രുതി അപ്പ പറഞ്ഞു, ഇതാണ് എന്റെ 3-4 മാസത്തെ ലാഭം, 2 ലക്ഷം രൂപ എന്ന്. ഉടനെ തന്നെ വർഷം ഉറക്കെ പറയുകയാണ് അത് കണ്ടിട്ട്. ശ്രീകാന്തേ, അത് നമ്മുടെ കവറല്ലേ? ശ്രീകാന്തും അത് കണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അതെ അച്ചമ്മേ, ഇത് ഞങ്ങളുടെ കവർ തന്നെയാണെന്ന് പറയുന്നു. ശ്രുതി വീണ്ടും നിഷേധിക്കുന്നുണ്ടെങ്കിലും വർഷ തെളിവ് നിരത്തി. ശ്രുതി ചേച്ചി എന്ത് പറഞ്ഞാലും സത്യം അധികം മൂടി വയ്ക്കാൻ കഴിയില്ല കേട്ടോ. ഈ കവർ ഒന്ന് നോക്കുകയും, ഇന്നലെ രാത്രി ഞങ്ങൾ പണം എണ്ണിയപ്പോൾ കവറിന്റെ പുറകിലായി ഞങ്ങളുടെ 2 പേരുടെയും പേരുകൾ എഴുതി കളിച്ചിരുന്നു. അച്ചമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ആ പണം ബാങ്കിൽ കൊണ്ടുപോയി നോക്കാം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പിൻവലിച്ച പണമാണിത്. വിഡ്രോ ചെയ്ത പണത്തിന്റെ സീരിയൽ നമ്പറോ അതിന്റെ രസീതോ വലിയ കെട്ടുകളിൽ കാണാൻ സാധ്യതയുണ്ട്. ഈ കവറിൽ തന്നെയാണ് ഞങ്ങൾ 6 ലക്ഷം രൂപയും വെച്ചത്. വർഷ പറഞ്ഞത് ശരിയായിരുന്നു. അച്ചമ്മ കവറെടുത്ത് പരിശോധിച്ചപ്പോൾ വർഷ പറഞ്ഞതുപോലെ പേരെഴുതിയതും ലവ് ചിഹ്നം വരച്ചതുമായ ഭാഗം കാണുകയും പണത്തിൽ ബാങ്കിൽ നിന്ന് പിൻവലിച്ചതിന്റെ രസീതും കണ്ടെത്തുകയും ചെയ്തു. ഏതായാലും മലേഷ്യയിലെ കോടീശ്വരന്റെ മകളെന്ന് പറയപ്പെടുന്ന ശ്രുതി സ്വന്തം വീട്ടിൽ മോഷണം നടത്തിയതറിഞ്ഞ് എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നുണ്ട്. മുൻപ് രേവതിയുടെ സ്വർണം പണയം വെച്ചതിന്റെ നാണക്കേടിലിരിക്കുന്നതിനിടയിലാണ് ശ്രുതിയുടെ ഈ ഒരു കള്ളത്തരവും. ശ്രുതിയാണെങ്കിൽ ഇത് എന്റെ കവറാണെന്നൊക്കെ പറഞ്ഞ് തികഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മിണ്ടിപ്പോകരുത് നീ, എല്ലാവരുടെയും മുന്നിൽ തെളിവ് സഹിതം പിടിച്ചിട്ടും ഇനി ന്യായീകരിക്കുന്നത് കണ്ടില്ലേ എന്ന് അച്ചമ്മ ശക്തമായിട്ട് പറഞ്ഞു ശ്രുതിയോട്. ഇതോടെ നിവൃത്തിയില്ലാതാകുന്ന ശ്രുതി പറഞ്ഞു, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഞാനിത് എടുത്തു മാറ്റിയതാണ്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു മോഷണമല്ലേ ചേച്ചി? എന്റെ കബോർഡിൽ നിന്ന പണമല്ലേ ഇത് എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൽ ചേച്ചിക്ക് നാണമില്ലേ? ശ്രുതിക്കാണെങ്കിൽ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അപമാനഭാരത്താൽ തല കൊനിച്ച് നിൽക്കാനേ പറ്റുന്നുള്ളൂ. ശേഷം അച്ചമ്മയൊക്കെ ആണെങ്കിലും ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, ശ്രുതി, നിന്റെ അച്ഛൻ കോടീശ്വരനാണെന്ന് നീ പറഞ്ഞതല്ലേ? പാർലർ തുടങ്ങാൻ ലക്ഷങ്ങൾ തന്നില്ലേ? പിന്നെ എന്തിനാണ് വെറും ഈ 6 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നാണക്കേടുണ്ടാക്കിയത്? ശ്രുതി അപ്പം മടിച്ചുകൊണ്ട് പറയാണ്, അച്ചമ്മേ, ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. എന്റെ പാർലർ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് ഞാൻ. പണത്തിന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവിടെ വന്നത്. വർഷയുടെ അലമാര വെറുതെ തുറന്നു നോക്കിയപ്പോൾ അതിൽ കാശിരിക്കുന്നത് കണ്ടു. ഞാനിത് മോഷ്ടിച്ചതായിട്ടൊന്നും വർഷ കരുതേണ്ട കാര്യമില്ല. അത്യാവശ്യ കേസ് തീർക്കാൻ കൊണ്ടുപോയിട്ട് അടുത്ത മാസം തന്നെ തിരികെ തരാമെന്ന് വർഷയോട് രഹസ്യമായി വന്ന് പറയാനായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇത് ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ സത്യമായിട്ടും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ വർഷയെ വിളിച്ച് ഈ കാര്യം പറയുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ മടിച്ചത്. ഇപ്പം എൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപയുണ്ട്. ബാക്കി 4 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് തന്നെ തന്നോളാം.
എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മുറിയിലേക്ക് കയറി പോകുന്നു. ഇത് കണ്ട സച്ചിയൊക്കെ ആണെങ്കിലും ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ഈ പാർലറേട്ടത്തി വെറും ഫ്രോഡാണെന്ന്. എന്നാൽ ശ്രീകാന്ത് ദേഷ്യത്തോടെ പ്രതികരിക്കുന്നു, ക്യാഷ് തരാമെന്ന് സുചേച്ചി പറഞ്ഞല്ലോ, എന്തോ അത്യാവശ്യത്തിന് വേണ്ടിയല്ലേ എടുത്തത്, എടുത്ത കാര്യം വർഷയോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇരുന്നതും, എന്നിട്ടിപ്പോൾ നമ്മളെല്ലാവരും കൂടിയും സുചേച്ചിയെ കളിയാക്കി. ഇങ്ങനെ പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെട്ട് മുകളിലേക്ക് കയറി പോകും. രേവതിക്കാണെങ്കിലും ശ്രുതിയെ ഓർത്ത് സങ്കടം തോന്നുകയാണ്. പാവം, ശ്രുതി എന്തോ അത്യാവശ്യം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മളെല്ലാവരും കൂടെ അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രുതിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എല്ലാവരുടെയും മുമ്പിൽ അവൾക്കത് വലിയ നാണക്കേടായി. പക്ഷേ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം ശ്രുതിയുടെ അഭിനയമാണെന്ന്. എന്റെ പൊന്ന് രേവതി, അവൾ ചെയ്തത് മോശം തന്നെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവൾ ഓരോ കള്ളക്കഥകളും പറഞ്ഞത്. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. ഇതേ സമയം ശ്രുതിയാണെങ്കിൽ ആകെ നാണക്കേടായി റൂമിൽ പോയിരുന്ന് കരയുകയായിരുന്നു. ശ്രുതിയെ അച്ചമ്മ പറഞ്ഞ പ്രകാരം വർഷ ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കണ്ട, എന്നോട് പറയാനിരിക്കുകയായിരുന്നല്ലോ, ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട, എനിക്ക് പ്രയാസമൊന്നുമില്ല, അടുത്ത മാസം ക്യാഷ് തന്നാൽ മതി എന്ന് വർഷ പറഞ്ഞു. എന്തായാലും എല്ലാം കൊണ്ടും ശ്രുതി ഒരു വലിയ ഊരാക്കുടുക്കിൽ പോയി കുടുങ്ങിയിരിക്കുകയാണെന്ന് വേണം പറയാൻ.